ഹേ സിനിഫൈൽസ്, ഇതൊരു മൂവി അപ്ഡേഷൻ ഷോട്ടാണ്. ആദ്യത്തെ അപ്ഡേറ്റിൽ നമ്മുടെ അതിരടി എന്ന സിനിമയുടെ ബുക്കിംഗ് ഒക്കെ ഓൾറെഡി സ്റ്റാർട്ട് ആയിട്ടുണ്ട്. സിനിമയുടെ ട്രെയിലർ നാളെ, അതായത് മെയ് 11 വൈകിട്ട് 5 മണിക്ക് റിലീസ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ എന്തായാലും നമുക്ക് സിനിമയ്ക്ക് വേണ്ടി വെയിറ്റ് ചെയ്യാം. തിയേറ്ററിലെ ഒരു പരാജയമായ ചിത്രമാണ് ഒരു ദുരൂഹ സാഹചര്യത്തിൽ. സിനിമ ഈ വരുന്ന ബുധനാഴ്ച നമ്മുടെ നെറ്റ്ഫ്ലിക്സിൽ കൂടെ റിലീസ് ചെയ്യുന്നുണ്ട്. 2 മണിക്കൂർ 14 മിനിറ്റാണ് സിനിമയുടെ ഡ്യൂറേഷൻ. നമ്മുടെ സന്ദീപ് പ്രദീപിൻ്റെ കോസ്മിക് സാംസൺ എന്ന ചിത്രത്തിൻ്റെ ഈ കാണുന്ന ഫസ്റ്റ് ലുക്കാണ് റിലീസ് ചെയ്തിരിക്കുന്നത്. അത്യാവശ്യം ഡീസൻ്റ് ആയിട്ടുള്ള ഒരു ഫസ്റ്റ് ലുക്കാണ് വന്നിരിക്കുന്നത്. നസ്രിയൻ ടൊവിനോ തോമസ് അഭിനയിച്ച ചിത്രത്തിൻ്റെ ടൈറ്റിൽ റിവീൽ മെയ് 11 അർദ്ധരാത്രി 12:30 റിവീൽ ചെയ്യുന്നതായിരിക്കും. എൽ ക്ലാസിക്കോ എന്നാണ് സിനിമയുടെ ഷൂട്ടിംഗ് സമയത്തൊക്കെ പറഞ്ഞത്. ഇനി മാറ്റുമെന്ന് അറിയില്ല. എന്തായാലും നമുക്ക് ടൈറ്റിലിന് വേണ്ടി വെയിറ്റ് ചെയ്യാം. സൂര്യയുടെ കറുപ്പ് എന്ന ചിത്രത്തിൻ്റെ ബുക്കിംഗ് ഒക്കെ ഇന്ന് മെയ് 10 സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. എല്ലാം കേരള, കർണാടക, തമിഴ്നാടു എല്ലാ സ്ഥലങ്ങളിലെയും നമ്മുടെ ബുക്കിംഗ് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ എല്ലാവരും പിന്നെ ട്രെയിലറും റിലീസ് ചെയ്തിട്ടുണ്ട്. പിന്നെ നമ്മുടെ അയാം ഗെയിം ചിത്രത്തിൻ്റെ ഡബ്ബിംഗ് വർക്കിനെ പറ്റി ഒരു അപ്ഡേറ്റ് ഉണ്ട്. നമ്മുടെ ആൻ്റണി വർഗീസ് പെപ്പെ സിനിമയുടെ ഡബ്ബിംഗ് വർക്ക് പൂർത്തീകരിച്ചിട്ടുണ്ട്. എന്തായാലും ഓണത്തിന് സിനിമ റിലീസ് ചെയ്യുന്നതായിരിക്കും. ചിദംബരത്തിൻ്റെ മഞ്ഞുവൽ ബോയ്സ് എന്ന സിനിമയ്ക്ക് ശേഷം നമ്മുടെ ബാലൻ എത്തുകയാണ്. സിനിമയുടെ റിലീസ് തീയതി വന്നിട്ടുണ്ട്. ജൂൺ 19 സിനിമ റിലീസ് ചെയ്യുന്നത്. കൂടുതൽ ഡീറ്റെയിൽ എൻ്റെ ചാനലിട്ടുണ്ട്, ജസ്റ്റ് ഒന്ന് ചെക്കൗട്ട് ചെയ്യാം.